നമ്മളുടെ കരുണയുടെ വർഷത്തിലെ ലോഗോ എന്താ കാണുന്നത്? വഴിതെറ്റിയ പോയ ഒരാടിനെ, ഒരു മനുഷ്യനെ, ഒരു പാപിയെ തോളിലേറ്റിക്കൊണ്ടുവരുന്ന കർത്താവ് ഈശോ മിശിഹ. ആടാണോ ഇനീസിയേഷൻ ഇവിടെ? ആട്. അപ്പോൾ ഇത് ഇത്തിരി അവിടുത്തെ ജെറൂസലേമിലെ പശ്ചാത്തലം മനസ്സിലാകും. അവിടെ ഒരുപാട് പേർക്ക്, ഈ ഫരിസേയർക്ക് തന്നെ ആട്ടിൻകൂട്ടങ്ങളുണ്ട്. ഈ ആട്ടിൻകൂട്ടത്തിന് ഇടയനുമായിട്ട് അവരുടെ ഭവനത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അവർ രാവിലെ ഒരു മരുഭൂമി കടന്നു പോയാലാണ് പച്ച പൊള്ള സ്ഥലം. അവിടെ തീറ്റ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആടിനെ എണ്ണി നോക്കിയപ്പോൾ ഒരാടിനെ കാണാനില്ല. അപ്പോൾ ആടുകൾ ഇങ്ങനെ വഴിതെറ്റിപ്പോയാൽ അവ ഒരിക്കലും തിരിച്ചു വരാനുള്ള വഴി അറിയില്ല അവർക്ക്. അവർ വഴിതെറ്റിപ്പോയി അവിടെ ചെല്ലുമ്പോഴേക്കും വൈകുന്നേരമാവും. എവിടെയെങ്കിലും പോയി ഒരു കുഴിയിലോ ഒരു മുൾപടർപ്പിലോ വീണു പോകും, കുടുങ്ങിപ്പോകും. അവർ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ല. ഒന്ന് കൈവീശി കാണിച്ച്, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, വെളിവ് നിറഞ്ഞ യേശുവേ എനിക്ക് വെളിവ് നൽകണമേ, ജ്ഞാനം നൽകണമേ. അങ്ങനെയുള്ള ആ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ. ഇവിടെ ആരുടെ ഇനിഷ്യേറ്റീവാണ്? ഇടയൻ്റെ ഇനിഷ്യേറ്റീവ്. ഇതിന് ഒരുപക്ഷെ വിപരീതമായിട്ടാണ് നമ്മളിൽ പലരും കേട്ടിട്ടുള്ളതും നമ്മൾ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അപ്പന്മാരാണ് ഈ മക്കളോട് നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ, കരുണയാണ്. ഇതാണോ കരുണ? ഒരു പ്രാവശ്യം പറഞ്ഞു, ഇനി ഞാൻ പറയൂല. ഇനി ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ നല്ല ശിക്ഷ കിട്ടും. എന്നിട്ടൊരു വടി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വടിയെടുത്തൊന്ന് പേടിപ്പിക്കും. അതാണ് നമ്മുടെ ഇനിഷ്യേറ്റീവ്. വേണ്ട, ഇവൾ കേൾക്കണ്ട. ഇവളിത് വൈകുന്നേരം വന്നിട്ട് അമ്മയോട് പറയും, അമ്മച്ചി കേട്ടില്ല പറയും. പിള്ളേർ ഇതെല്ലാം കേട്ടിട്ട് അമ്മച്ചിയോട് പറയും, കേട്ടില്ല അമ്മച്ചി, ഇനി ഞങ്ങളോട് അതേമാതിരി വഴക്കൊന്നും പറയരുത്. കരുണ. പിള്ളേർ തന്നെ ഇപ്പം ഇങ്ങോട്ട് പറയാൻ തുടങ്ങാണ്, പോപ്പ് അങ്ങനെ പറഞ്ഞിരുന്നു. ഈ പോപ്പിൻ്റെ ടോക്കൊക്കെ ഇവർ കേട്ടിട്ട് അമ്മ കേട്ടില്ലേ, അപ്പനോട് പറയാനുള്ള ധൈര്യമില്ല. കരുണയുടെ വർഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? പറയും. ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് ഒന്നുമില്ല. കാരണം നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഈ കരുണ എന്താണ്. കരുണ എന്താണെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓടിപ്പോകുന്നു. പറയട്ടെ, പെട്ടെന്നൊരു ആമുഖമായിട്ട് പറയാം. വാസ്തവത്തിൽ നമ്മളിപ്പോഴും ഒരു ഫരിസേയനാണ്. നമ്മളിപ്പോഴും ഒരു ഫരിസേയനാണ്. ക്ഷമിക്കണം കേട്ടോ, പക്ഷെ ഞാൻ സത്യം പറഞ്ഞതാണ്. നമ്മൾ ആരാണ്? ഒരു ഫരിസേയനാണ്. ഇത് പറയുമ്പോൾ ഞാനും അങ്ങ് ഫരിസേയനായി പോവുകയാണ്. അത് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളും ഫരിസേയനല്ലേ. അതുകൊണ്ടാണ് ഈശോ ഇനി നമ്മൾ ആ പുതിയ നിയമത്തിൽ പല സ്ഥലത്തും അവൻ ഫരിസേയനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഈശോയിൽ നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന, സുവിശേഷം എന്ന് പറയുന്നത് 4 ഗോസ്പൽസ്, ബൈബിൾ മുഴുവനുമല്ല, മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാൻ്റെ ഈ സുവിശേഷത്തിൽ പലയിടത്തും കാണുന്ന ഒരു സവിശേഷത നമ്മൾ അധികവും കണ്ടിട്ടില്ല, അതിനെ ശ്രദ്ധിച്ചിട്ടില്ല. അവൻ അവരോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അനേകം പാപികളും ചുങ്കക്കാരും അവൻ്റെ അടുത്ത് വന്നുകൂടി. അവരോട് അനുകമ്പ തോന്നി. കണ്ടോ, അവരെ വല്ല വഴക്ക് പറഞ്ഞോ?
വഴക്ക് പറഞ്ഞോ? ഇല്ല. എന്നാൽ ഫരിസേയരും നിയമജ്ഞരും ഇത് കണ്ട് പിറുപിറുത്തു കൊണ്ടിരുന്നു. കണ്ടോ? ഇതുപോലെ ഇവരെന്താണ് ഈ പാപികളുടെ തൊടണത്? ഇവരെന്താണ് ഈ പാപികളുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണേ? അപ്പം മലയിലെ പ്രസംഗത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ഈ ദൈവനീതി എന്താണെന്നും ദൈവത്തിൻ്റെ കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് കരുണ ലഭിക്കും. പിന്നെ ഉള്ളവന് പിന്നെ ലഭിക്കണം എന്തിനാ? അതാണ് പറഞ്ഞത്, ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. ഇതൊക്കെ കുറേ കേട്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, ഇല്ലേ? ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാവും. അതിനാണ് വെളിവ് വേണ്ടത്. കരുണ ഉള്ളവൻ ഭാഗ്യവാൻ, അവന് കരുണ ലഭിക്കും. അപ്പോൾ എന്താണ് ഈ കരുണ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ? കരുണ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹ ഉള്ളവൻ. ആരാണ് ഈ കർത്താവ് ഈശോ മിശിഹ? കരുണാകടലാണ്, കരുണ മാത്രമാണ്. അനന്ത ഗുണസമ്പന്നനായ കരുണാസാഗരമായ ആ ദൈവം മനുഷ്യനായി അവതരിച്ചു. കരുണ മനുഷ്യനായി അവതരിച്ചു. ആ കരുണയിൽ വിശ്വസിക്കുന്നവൻ, അവന് കരുണയുണ്ടാവും. അവൻ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താ? ദിവ്യകാരുണ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുർബാനയിൽ കുടിയലൈസോൻ 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 എന്ന് 3 പ്രാവശ്യം പറയണൊക്കെ ഉണ്ട്. കുടിയലൈസോൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവേ കരുണയായിരിക്കണേ 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 എന്ന് 3 പ്രാവശ്യം പറയണം. ഇത് ഇംഗ്ലീഷിലുള്ള ഡിവൈൻ ലിറ്റർജി എന്നെ ഇത് വളരെ സ്പർശിച്ചിട്ടുള്ളത്. എന്തോരം പ്രാവശ്യമാണ് ഇതിനകത്ത്. അത് ബൈസന്റൈൻ റീത്തിലുള്ളതാണ്. ഇതേമാതിരി തന്നെയാണ്. ലോർഡ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി. ശരിക്ക് ആ കരുണയാണ് ദൈവം എന്നുള്ള ബോധ്യത്തിലേ ഇത് പാടുമ്പോൾ കരുണ നമ്മളിൽ അങ്ങ് നിറയുകയാണ്. ദൈവം കരുണ മാത്രമാണ്. ദൈവം പാപികളെ ഒരിക്കലും ശിക്ഷിക്കുന്നില്ല, ഒരിക്കലും. ദൈവം എന്തിനാ വന്നിരിക്കുന്നത്? പാപിയെ രക്ഷിക്കാനാണ്. അപ്പൊ ഈ പാപി സ്വർഗത്തിൽ പോവോ? പാപി സ്വർഗത്തിൽ പോവോ? പോകുമല്ലേ? 5 പേര് പറഞ്ഞു പോകുന്നു. ബാക്കിയുള്ളവരെന്താ പറയണേ? ഈ ഭാവിയൊക്കെ സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ പിന്നെ നമ്മളിത്രയും ഭക്തിയിൽ പ്രാർത്ഥനയും കുരിശോരെയും ഇതൊക്കെ ചെയ്ത് നമ്മുടെ അവസ്ഥയും അവരുമായിട്ട് ഒരേ മാതിരിയാണോ? അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് കർത്താവ് ഈശോ മിശിഹ വന്നിരിക്കുന്നത്? പാപിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വിശദാംശത്തിലേക്ക് പിന്നെ പോകാം. അറ്റ്ലീസ്റ്റ് ഒരു സൂചനയായിട്ട് കിടക്കട്ടെ. അവിടെ ഒരാശ്വാസമായോ? നമുക്ക് ആശ്വാസം. എന്നാലും നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, കുർബാന സ്വീകരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് കിടക്കണം. അവനും നമ്മുടെ ഒപ്പം കയറണോ സ്വർഗത്തിൽ? നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട്, അല്ലെങ്കിൽ അതുപോലും ഇല്ലാതെ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് വലിയ തിന്മയിൽ നടക്കുന്ന അവനും സ്വർഗത്തിൽ പോണോ? വേണോ? അവനൊക്കെ കയറ്റാൻ കൊള്ളോ? കയറ്റണോ? വേണ്ടോ? ഒരുപാട് പേര് അതിന് അത്രയും സമ്മതം മൂളണില്ല. അതാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. ഓ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആരൊക്കെ? ആരെല്ലാം? എല്ലാ ആത്മാക്കളെയും. അപ്പൊ എല്ലാ ആത്മാക്കളും സ്വർഗത്തിൽ പോണോ?
അപ്പൊ ആര് നരകത്തിൽ പോവില്ലെന്നോ? എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നോ? ഒന്നുകൂടി പറഞ്ഞ്, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മഹാപാപികൾ. ഓഹോ, ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവണല്ലേ. ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക്. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ മനസ്സ്. എന്നാൽ ഇതിന് വിപരീതമായിട്ടൊരു മനസ്സാണ് ഫരിസേയരുടെ മനസ്സ്. ഫരിസേയര് പാപിയുടെ പുറകെ പോയിട്ടുണ്ട്. അവൻ ചെയ്യുന്ന തെറ്റാണ്, അവൻ കൽപ്പന ലംഘിച്ചിരിക്കുന്നു, എറിയടാ കല്ല്. അവൻ കല്ലെറിയും, അവനെ അവഹേളിക്കും, അവനെ വേണ്ടി വന്ന കൊല്ലും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതി പോലെ ആണെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. എന്നാൽ നമ്മൾ വാസ്തവത്തിൽ പൈതൃകമായിട്ട് ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു, മാമോദീസ സ്വീകരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു, നമ്മൾ സ്വർഗരാജ്യത്തിലാണ്. പക്ഷേ എങ്കിലും നമ്മളിൽ ഈ സ്വർഗരാജ്യത്തിൽ എൻ്റെ ഒപ്പോസിഷനായിട്ടുള്ള ആ ഫരിസേയ നീതി നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിലാണെങ്കിലും മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ അവസ്ഥയിലാണ് നമ്മൾ. മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ, മുടിയനായ പുത്രൻ്റെ കഥയിൽ നമ്മൾ അനുജൻ്റെ അവിടെ എത്തിയിട്ടുള്ളൂ. സാധാരണഗതിയിൽ അതിന് മുന്നോട്ട് നമ്മൾ പോകാറില്ല. ആ കഥയിലെ ക്ലൈമാക്സ് അനുജനല്ല, ചേട്ടനാണ്. അനുജൻ മടങ്ങി വന്നപ്പോൾ വീട്ടിൽ ഭയങ്കര സന്തോഷം. അപ്പനവന് കെട്ടിപ്പിടിച്ച് അവന് പുത്തൻ വസ്ത്രം കൊടുത്ത്, അവന് മോതിരം കൊടുത്ത്, അവന് പുതിയ പാദരക്ഷകൾ കൊടുത്തിട്ട് പറഞ്ഞു, എടാ വെട്ടടാ, മുഴുത്ത കാളയെ വെട്ട, എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കണം, നമുക്ക് ആഘോഷിക്കണം. കുമ്പസാരം കഴിഞ്ഞു. അവൻ്റെ സകല പാപങ്ങളും പിതാവ് ക്ഷമിച്ചു. പക്ഷെ ഈ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ ജോലി സ്ഥലത്ത് നിന്ന് വന്നപ്പോൾ, ചേട്ടാ ഈ വീട്ടിൽ ഞാൻ ആരാ, എന്നോടറിയാണ്ട് ഇവിടെ ഇത്രയും വലിയ ആഘോഷമാർ നടത്തുന്നത് ന്യായമല്ലേ? അപ്പോൾ വേലക്കാരൻ പറഞ്ഞു, എടോ നിന്റെ അനുജച്ചാരും മടങ്ങി വന്നിരിക്കണം, അതുകൊണ്ട് നിന്റെ അപ്പച്ചൻ ഭയങ്കര സന്തോഷമായിട്ട് മുഴുത്ത കാളയെ വെട്ടിയിരിക്കുന്നു. അപ്പോൾ മുഴുത്ത കാളയെ വെട്ടുമെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു വലിയ പ്രയോഗമാണ്. എപ്പോഴാണ് നമ്മൾ കാളയെ വെട്ടുന്നത്? ഏറ്റവും വലിയ ഫീസ്റ്റ്. നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ കാളയെ വെട്ടും. അതായത് ഏറ്റവും ഹൈ ഫീസ്റ്റിൻ്റെ ഒരു സിംബോളിക് വാക്കാണ് കാളയെ വെട്ടണം. അതായത് ഏറ്റവും വലിയ ആഘോഷം, റെഡ് മീറ്റ്. നമ്മൾ ഞായറാഴ്ച ആഘോഷിക്കും. എന്താഘോഷിക്കും? പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കാളയിറച്ചി. അതില്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച ഒരു സുഖമില്ല, ഇല്ലേ? എന്തുകൊണ്ട്? ആഘോഷമാണെന്ന്. അപ്പോൾ അതൊക്കെ ആ ആഘോഷം എന്ന് പറഞ്ഞപ്പോൾ ഇവനാകും, അവനെന്തിനാ തിരിച്ചു വന്നേ? അവൻ്റെ കണക്കൊക്കെ അവസാനിപ്പിച്ച് അവൻ പോയതല്ലേ. അവനിവിടെ നിന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടവൻ പോയി. അവൻ വേശികളോടുകൂടെ എല്ലാം നശിപ്പിച്ച് വന്നപ്പോൾ അവൻ എന്തിനിത്രയും വലിയ ആഘോഷം? ഇതാണ് സാധാരണ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് വേറൊരു ഇംഗ്ലീഷാണ്, ഇത് വേറൊരു മാത്തമാറ്റിക്സാണ്. ഇത് നമ്മുടെ സ്കൂളിലൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. എവിടെയാണ് നമ്മൾ പഠിച്ചേക്കണത് ഇത്? ഈ കരുണയുടെ അർത്ഥം എന്താണ്? മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠന് ഇത് മനസ്സിലാവുന്നില്ല. ഇവനെല്ലാം നശിപ്പിച്ച് വന്നപ്പോൾ അവൻ ഇത്രയും വലിയ ആഘോഷത്തിൽ സ്വീകരിച്ച്
സന്തോഷിക്കേണ്ട എന്ത് കാര്യം? ഒരു വിധത്തിൽ നമ്മളുടെയും സാധാരണ മനസ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അവന് വീട്ടിൽ കേട്ടത് ഇതാണ് മനുഷ്യൻ്റെ പ്രധാന ദൈവിക ജ്ഞാനത്തിൽ കിട്ടേണ്ട ഒരു വെളിവ്. മാത്രമല്ല, ഈ എന്തുകൊണ്ടാണ് അവനിങ്ങനെ പറഞ്ഞതെന്നറിയോ? എന്നിട്ട് അപ്പച്ചൻ ഇവനെ അന്വേഷിച്ച് ഇവനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് അപ്പച്ചനോട് പറയാണ്, ഞാൻ ഈ കാലം അത്രയും അങ്ങേക്ക് എന്ത് ചെയ്തു? ദാസ്യവേല ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു അടിമയെപ്പോലെ ഇത്രയും ഞാൻ വേലയെടുത്തു. അങ്ങയുടെ പ്രമാണങ്ങൾ ഒന്നുപോലും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നിട്ടും എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷിക്കാൻ ഒരാട്ടുകുട്ടിയപ്പം വെട്ടിയോ? എന്താ അപ്പനാണ്. എന്നിട്ട് നിങ്ങളുടെ മകൻ, അത് മകനാണ്, അവൻ സകലതും നശിപ്പിച്ച് വേശ്യകളോട് ചൂതാടി വന്നപ്പോൾ അവന് വേണ്ടി വലിയ കാളക്കുട്ടിയെ വെട്ടിയിരിക്കുന്നു. ഇതിനെയാണ് ഫരിസേയ മനോഭാവം എന്ന് പറയുന്നത്. ഇപ്പോൾ അവനെ തന്നെ അറിയുന്നുണ്ടോ? അവൻ ആരാ? അവൻ മകനാണെങ്കിലും അവൻ ഒരു ഒരു അടിമയെ പോലെ അവൻ കരുതുന്നുള്ളൂ അവരെ. എന്തുകൊണ്ട്? അവൻ കൽപ്പനയെല്ലാം പാലിക്കുന്നു. ആരാണ് കൽപ്പനകൾ പാലിക്കുന്നത്? വേലക്കാരൻ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വേലക്കാരനുണ്ട്. അവനോട് പറയുന്നത്, നാളെ രാവിലെ നീ നിന്നെ ജോലിയൊക്കെ ചെയ്തോളണം, മനസ്സിലായിണ്ടോ? ആ തെങ്ങിൻ്റെ കട കളിക്കണം, ആ അടയ്ക്കാരത്തിൻ്റെ കട കളിക്കണം, ഇവിടെ വാഴ നടണം, ഇവിടെ ഇഞ്ചി നടണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കൂലി കിട്ടും. ശരിയല്ല വാങ്ങി. മറിച്ച് മകനാണെങ്കിൽ മകനോട് ഇങ്ങനെ പറയോ? മകനോട് പറയുമായിരിക്കും ചിലർക്ക്. പക്ഷേ മകനോട് എന്ത് പറയണം? മോനെ, നാളെ ഞാൻ തെങ്ങിൻ്റെ കട കളിക്കാൻ പോവുകയാണ്, നീ എൻ്റെ കൂടെ വരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഞാൻ പഠിപ്പിച്ചു തരാം. പച്ച ഞാനും വരാം. അങ്ങനെ അവനത് കണ്ടുപഠിച്ചു. വൈകുന്നേരം ഉച്ചയായപ്പോൾ അപ്പം പറയാണ്, അപ്പച്ചനക്ക് പോയി വിശ്രമിച്ചോ, ഞാൻ ചെയ്തോളാം. പിറ്റേ ദിവസം പറയും, ഇതൊക്കെ ഇപ്പം എനിക്ക് ചെയ്യാനറിയാം, അപ്പച്ചൻ വിഷമിക്കണ്ട, അപ്പച്ചൻ വിശ്രമിക്കൂ, ഞാൻ ചെയ്തോളാം. ഇത് മകനാണ്. കൂലിക്ക് വേണ്ടിയാണോ അവൻ ചെയ്യുന്നത്? അല്ല. ഇവൻ്റെ ഈ അജ്ഞത ആണ് അതിനകത്ത് പ്രധാന വിഷയം. അവൻ മകനായിരുന്നിട്ടും അവനൊരു ഫരിസേയനാണെന്നുള്ള, ഒരടിമയാണെന്നുള്ള കൽപ്പനകൾ പാലിച്ച് ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പോഴാണ് അപ്പൻ ഒരു വലിയ പരമാർത്ഥം പറയുകയാണ്. എന്താ പറഞ്ഞത് അപ്പൻ? മകനേ എന്ന് പറഞ്ഞ എല്ലാവരും, മകനേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേടാ. കണ്ടോ, അവനെന്താ വിചാരിച്ചിരുന്നത്? എനിക്കൊരാട്ടുംകുട്ടിയെപ്പോലും അപ്പൻ വെട്ടിയില്ല എന്ന. വാസ്തവത്തിൽ അപ്പൻ പറയാണ്, നീ എപ്പോഴും എൻ്റെ കൂടെ അല്ലേടാ മോനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. സ്നേഹമുള്ളവരെയും, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. എന്താണ് ആദ്യത്തെ മനോഭാവം? ദൈവം കരുണയാണ്. രണ്ടാമത്തെ മനോഭാവം, നമ്മൾ ദൈവം മക്കളാണ്. മൂന്നാമത്തേത്, പിതാവിനുള്ളതെല്ലാം മക്കൾക്കുള്ളതാണ്. ഈ ബോധ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ അർപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ആ കരുണ, നമ്മൾ ഓരോ പ്രാവശ്യവും കുരിയലൈസോൻ കുരിയലൈസോൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ആ കരുണ ഒഴുകട്ടെ. ആ കരുണയാണ്, കർത്താവ് കരുണയാണ്, കർത്താവ് എൻ്റെ മേൽ കരുണയാകണമേ എന്ന് ശരിക്കും ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു അടിമയല്ല,
നമ്മളൊരു ഫരിസേയനല്ല, നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു. ഇന്ന് മുഴുവനും നമ്മൾ ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വെളിവ് നിറഞ്ഞ ഈശോ എല്ലാം പാടുമ്പോൾ ഈ ജ്ഞാനമാണ് ഈശോ എന്നും ആ ജ്ഞാനത്തിന് വേണ്ടി നന്നായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുക. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആ ജ്ഞാനം നിറയണമേ, ജ്ഞാനം നിറയണമേ. ഓ ജ്ഞാനമേ, 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 ഞങ്ങളിൽ നിറയണമേ. വെളിവ് നിറയണമേ, കരുണ നിറയണമേ. വെളിവ് നിറയണമേ, കരുണ നിറയണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുർബാനയിൽ ആരും സമയം നോക്കുന്നില്ല. ഇച്ചിരി നീണ്ടുപോയാലും ആരും വിഷമിക്കരുത് കേട്ടോ. അതുകൊണ്ട് കുർബാന അർപ്പിക്കുന്ന അച്ഛനോട് ഉണ്ടോ? അച്ഛനാണോ? ആരാ കുർബാന അർപ്പിക്കുന്നത്? സമയം നോക്കാണ്ട് അർപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിലല്ലേ നമുക്ക് ഒന്ന് ഫുൾ അനുഭവത്തിൽ ആ കരുണ, ആ ജ്ഞാനമെല്ലാം നമ്മിലേക്ക് ഒഴുകണം. താങ്ക് യു.